തദ്ദേശ വാർഡ് വിഭജന ബില്ല് നിയമസഭ പാസാക്കി. 5 മിനിറ്റിൽ അതിവേഗം ബില്ല് പാസാക്കുകയായിരുന്നു. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും എന്നായിരുന്നു അജണ്ട. അസാധാരണ ഘട്ടങ്ങളിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് പാസാക്കും. പ്രതിപക്ഷം സഹകരിക്കാത്തതുകൊണ്ടാണ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാത്തതെന്ന് MP രാജേഷ് പറഞ്ഞു. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുകയാണ്. അഖിൽ, സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ഈ ബില്ല് പാസാക്കാൻ മാത്രമായുള്ള അസാധാരണമായ സാഹചര്യം എന്തായിരുന്നു ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നിയമസഭ കണ്ട അഖിൽ വ്യക്തമാക്കി തരുക. ഒപ്പം ഈ ബില്ലിന്റെ പ്രത്യേകതകൾ കൂടി പറയൂ. ബാർക്കോഴ വിഷയത്തിൽ പ്രതിപക്ഷം സഭയ്ക്ക് നടുത്തളത്തിൽ ബഹളം വെക്കുന്നതിന് ഇടയിലൂടെയാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭേദഗതി ബില്ലുകൾ, അത് പഞ്ചായത്ത് രാജ് ബില്ലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആക്ടിലെയും ഭേദഗതി ബില്ലുകൾ 5 മിനിറ്റ് കൊണ്ട് സർക്കാർ പാസാക്കിയത്. അതിൽ സ്പീക്കർ നേരിട്ട് തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷിനോട് അതിൽ ഏതെങ്കിലും ഭേദഗതി ഉണ്ടോ, ഏതെങ്കിലും നിർദ്ദേശമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഭേദഗതിയൊന്നും ഇല്ലാതെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് MP രാജേഷ് അതിന്റെ ബില്ല് അവതരിപ്പിച്ച് പൂർണ്ണമായും അത് സഭ പാസാക്കിയത്. പ്രതിപക്ഷ ബഹളം കാരണം ആരും തന്നെ ആ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തുള്ള പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും ഒരു സീറ്റ് അധികമായി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണ് ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ഈ സഭ ആ ബില്ലായി പാസ്സാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ വാർഡുകൾ കഴിഞ്ഞ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അവർക്കുണ്ടാകുന്ന പിന്നോട്ടുപോക്ക് അത് മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അതിവേഗം ഇങ്ങനൊരു വാർഡ് വിഭജനത്തെ പറ്റി സർക്കാർ ആലോചിക്കുന്നത്. 2020 ഇത്തരത്തിൽ ഒരു ബില്ലിനെ പറ്റി ആദ്യം സഭയിൽ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം അന്ന് സബ്ജക്ട് കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ പ്രത്യേക പരിഗണനയും ഒക്കെ തന്നെ അന്ന് സഭയിൽ നൽകിയിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും വരുന്ന സമയത്തും ഇത് വീണ്ടും സബ്ജക്ട് കമ്മിറ്റിയിൽ, അതായത് പ്രതിപക്ഷം ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാത്തത് കൊണ്ട് ഒരു സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ അംഗത്തിനു കൂടി അതിൽ അഭിപ്രായം പറയാൻ സാധിക്കുമെന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനെയും മറികടന്നുകൊണ്ടാണ് 5 മിനിറ്റ് കൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും വിലമതിക്കുന്ന ഒരു ബില്ല് സർക്കാർ പാസാക്കിയത്. 5 മിനിറ്റ് കൊണ്ടായിരുന്നു ആ ബില്ല് പാസാക്കിയത്. അതിൽ ഒരു വിശദീകരണം, അതിനുശേഷം ബാർക്കോഴ വിഷയം വിശദീകരിക്കുന്നതിലേക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന്റെ ആവശ്യങ്ങൾ ഇല്ല എന്നതായിരുന്നു ആദ്യം തന്നെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി. കാരണം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടേണ്ട ആവശ്യമില്ല. കാരണം സബ്ജക്ട് കമ്മിറ്റിക്ക് ഇതിനു മുമ്പ് ഒരിക്കൽ വിട്ട കീഴ്വഴക്കമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കീഴ്വഴക്കം പാലിച്ചു വന്ന ഒരു ബില്ലായതുകൊണ്ട് ഇപ്പോൾ വീണ്ടും അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന നിർബന്ധമൊന്നുമില്ല. പ്രതിപക്ഷം സഹകരിക്കാത്തത് കൂടി കൊണ്ടാണ് അതിവേഗം ഈ ബില്ല് പാസാക്കിയതെന്നൊരു വിചിത്രമായ വാദം കൂടിയാണ് ഇന്ന് MP രാജേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും സംസ്ഥാനത്തെ വാർഡ് വിഭജനത്തിന്റെ ബില്ല് നിയമസഭ പാസാക്കിയിരിക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ട് സംസ്ഥാനത്തിന്റെ ഒരു വിഭാഗം ജനതയുടെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനതയുടെ മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഏറ്റവും താഴെത്തട്ടിലെ ലോക്കൽ ബോഡി വിഭജനത്തിന്റെ തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറായി എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. വീണ.